അപ്പൊ എന്നെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം സാലറി എന്തുവാടേ? നിന്റെ അടുത്തുണ്ടോടാ 25 രൂപ എടുക്കാൻ? അയ്യോ എന്റെ കയ്യിലൊന്നുമില്ല ചേച്ചി രൂപ. പിന്നെ ഒരു 5 രൂപ തരാം. നാളെ രാവിലെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോ കമലമ്മ ചേച്ചി മുമ്പിൽ വന്ന് നിൽക്കണം. നല്ല ശകുനമായിരിക്കും. ബോയ് ഫ്രണ്ട് ഒരാളുണ്ട്. പേരൊന്നും പറയാൻ എനിക്ക് കുഴപ്പമില്ല. ആള് ജിൻസി പ്ലസ് ഡേവിഡ് ആത്മാർത്ഥ പ്രണയവ. ആത്മാർത്ഥത കൂടുതലല്ലേ? പ്ലസ് അനന്തു പ്ലസ് ബിജോയ് പ്ലസ് സുഭാഷ് പ്ലസ് മനീഷ് പ്ലസ് രതീഷ്. ഞാൻ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട്. എന്താ കണ്ടിട്ടുള്ളത്? ഡേറ്റ് ചെയ്യുന്നൊരു സ്വപ്നം. അല്ല എന്തായിരിക്കും അങ്ങനെ കടിയുള്ളപ്പോ വാസോണ്ട് ഇങ്ങോട്ടൊന്നും വരത്തില്ലല്ലോ. എനിക്ക് ഡേറ്റ് ചെയ്യാൻ ദുൽഖർ സൽമാനും ഭയങ്കര ഇഷ്ടം. ഈ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 12ആയി. നിങ്ങൾ ഇങ്ങനെ വെറ്റിലെ മുക്കിക്കൊണ്ടിരുന്നോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു ആസ്പിക്കടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര ഫാനായിരുന്നു. കല്യാണം കഴിച്ചപ്പോ സങ്കടമായിപ്പോ. ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കല്യാണം കഴിച്ചു. നമ്മളൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ വേണേ അപ്പുറത്ത് റൂമിൽ കിടന്നോളാം. ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഗ്ലാസ് ഡോർ ഒന്ന് ക്ലോസ് ചെയ്യോ, ഭയങ്കര ഡസ്റ്റ് അലർജി ഉണ്ട്. ഫസ്റ്റ് നൈറ്റിന്റെ മൂടൊക്കെണ്ടല്ലോ. പണ്ടാരക്കാലത്തിന് ഷട്ടർ ഇട്ടാ മതിയേനു. ആസിഫിക്ക് ആ സിനിമ കഴിഞ്ഞതിന് ശേഷമാണോ സെലിബ്രിറ്റി? മുന്നേ ആദ്യത്തെ സെലിബ്രിറ്റി ക്രഷ് പൃഥ്വിരാജ് ആയിരുന്നു. സ്വപ്ന കൂടൊക്കെ കണ്ടിട്ട് ഈ ഏമാത്തിയതിലുള്ള വിഷമം അവൾക്ക്. അപവാദം പറയരുത് മധുരക്കനി. ഒരു കൊല്ലം മുഴുവൻ നിന്നെ ഞാൻ കാതലിച്ചില്ലേ? ഒരു കൊല്ലത്തേക്കുള്ള ഒരേ പെൺകുട്ടിയെ പ്രേമിക്കാൻ പറ്റുമോ? എനിക്ക് ബോറടിച്ചു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഞാനും ചേച്ചിയും ഇങ്ങനെ അത്ര ഹാർഡ് കോർ ഫാൻസ്. അങ്ങനെ കുറച്ചത് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ആസ്ഫിക്ക വരുന്നത്. എന്റെ വീട്ടിൽ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും സിനിമാ നടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമോ എന്നുള്ളത്. ഗോൾഡൻ പേപ്പർ ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ രാജേട്ടനെ രണ്ടാമത് വെച്ചു. സോറി രാജേട്ടാ. സോറി. ഗതിയില്ലാത്തവന് കർത്താവേ ഉള്ളൊരു പിടിവള്ളി. പക്ഷേ തമ്പുരാൻ താഴേക്കിറങ്ങി വരത്തില്ലല്ലോ. അതെ, കിടക്കാൻ പോവാ? അല്ല ഊണ് കഴിക്കാൻ പോവാ അല്ലേ?